CPI 25ാം പാർട്ടി കോൺഗ്രസിന് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ തുടക്കം. പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസ് പരിപാടികൾ ആരംഭിച്ചത്. RSSന്റെ ആക്രമണ സ്വഭാവം വർദ്ധിച്ചെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ എക്സിക്യൂട്ടീവ് വൈകിട്ട് 5:30 ചേരും. 7 മണിക്ക് ദേശീയ കൌൺസിലും ചേരും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നത്തെ കാര്യപരിപാടികൾ അത് എങ്ങനെയൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്? അനുജ, CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് പഞ്ചാബിൽ തുടക്കമായിരിക്കുകയാണ്. പഞ്ചാബിലെ ചണ്ഡീഗഡിലെ സുധാകർ റെഡ്ഡി നഗറിലാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ വേദി. അതിന് മുന്നോടിയായി ഇന്ന് ആദ്യ കാര്യപരിപാടി പൊതുസമ്മേളനമാണ് ചേർന്നത്. പൊതുസമ്മേളനം അല്പസമയം മുമ്പ് സമാപിച്ചിരിക്കുന്നു. മൊഹാലിയിലെ സബ്ജി മണ്ഡിയിലാണ് ഈ പൊതുസമ്മേളനം ചേർന്നിരിക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിൽ സംസാരിച്ച ജനറൽ സെക്രട്ടറി D. രാജ RSSും ഒപ്പം തന്നെ CPIയും ഒരേ വർഷം 1925 രൂപീകരിച്ച സംഘടന, രണ്ടും 100 വർഷം പൂർത്തിയാകുമ്പോൾ എന്താണ് RSSന്റെ സംഭാവന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അടക്കം എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതേസമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് CPI. അതേ സമയം നിലവിൽ ഇപ്പോൾ RSSന്റെ ആക്രമണ സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നു. BJP പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്നു. അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പോരാടണമെങ്കിൽ CPI ശക്തിപ്പെടേണ്ടതുണ്ട് എന്നും CPI ശക്തിപ്പെടാനുള്ള സന്ദേശമാകും ഈ ഒരു പാർട്ടി കോൺഗ്രസ് നൽകുക എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ചേരുകയാണ്. ഇപ്പോൾ പൊതുസമ്മേളനം കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് കാര്യപരിപാടി? ഇന്ന് വൈകുന്നേരം നാഷണൽ കൗൺസിൽ, നാഷണൽ എക്സിക്യൂട്ടീവ് ഒക്കെ ചേരും. അത് നാളെ മുതൽ പ്രതിനിധി സമ്മേളനം തുടങ്ങിയാണ്. ആ പ്രതിനിധി സമ്മേളനത്തിനെ നിയന്ത്രിക്കുന്നുള്ള പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണ്. അതിനുശേഷം നാളെ രാവിലെ പതാക ഉയർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റ് ഇടത് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നാളെ ഇടത് പാർട്ടികളുടെ CPIM, CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഇടത് പാർട്ടികളുടെ നേതാക്കൾ വരുന്നുണ്ട്. ഈ പാർട്ടി ഡെലിഗേറ്റ് സെഷനെ അഭിവാദ്യം ചെയ്യുന്നതിന്. അത് ആ ഫസ്റ്റ് സെഷൻ, ഇനാഗുറൽ സെഷൻ. അതിനുശേഷം ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, പൊളിറ്റിക്കൽ റെസൊല്യൂഷനും അതുപോലുള്ള മറ്റു ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രസൻറ്റ് ചെയ്യും. നാളെയാണ്. അതിനുശേഷം ചർച്ചകളിലേക്ക്. ഇത്തരത്തിലാണ് നാളെയാണ് ഈ ഉദ്ഘാടന സമ്മേളനം ചേരാനിരിക്കുന്നത്. അതിൽ മറ്റ് ഇടത് പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് രേഖകൾ അവതരിപ്പിക്കും. അതിനുശേഷം അതിലുള്ള ചർച്ചകളായിരിക്കും നടക്കുക. 25-നായിരിക്കും പുതിയ ദേശീയ എക്സിക്യൂട്ടീവിനെയും ദേശീയ കൗൺസിലിനെയും ജനറൽ സെക്രട്ടറി അടക്കമുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുക. എന്തായാലും പൊതുസമ്മേളനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. തുടർന്ന് ഇന്ന് വൈകിട്ട് ചേരുന്ന ദേശീയ എക്സിക്യൂട്ടീവ്, ദേശീയ കൗൺസിൽ യോഗങ്ങളായിരിക്കും ഈ ഒരു പാർട്ടി കോൺഗ്രസ് നടത്തിപ്പിനുള്ള മറ്റ് കമ്മിറ്റികൾ രൂപം നൽകുക. ചെറിയ CPI പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കമായിരിക്കുന്നു. പൊതുസമ്മേളനം അല്പസമയം മുൻപ് പൂർത്തിയായി. ഇനി 5:30 ദേശീയ എക്സിക്യൂട്ടീവ്, 7 മണിക്ക് ദേശീയ കൗൺസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.